Hello friends, welcome to SAT Center Christian Tuition Center. We will study class 12 chemistry part 26, conduction of electricity part 1, intrinsic semiconductors. Next video we will extrinsic semiconductors. Okay. So in video part 25 condensation band theory explain. Okay. Now we have two questions. Temperature increase metals conductivity കുറയുന്നത് അതേസമയം സെമികണ്ടക്ടേഴ്സിൽ കണ്ടക്ടിവിറ്റി കൂടാനുള്ള കാരണം എന്താണ്? ഓക്കെ, സോ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ മെറ്റൽസ് അത് നോക്കാം. മെറ്റൽസിൽ ഇലക്ട്രോൺസ് ഉണ്ട്, സോ അതുകൊണ്ടാണ് വൈദ്യുതിയെ കടത്തിക്കൊണ്ട് പോകുന്നത്. സോ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് അതാണ് മെറ്റാലിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ചില കേസിൽ അയോണുകളാണ്, അതായത് ഉദാഹരണം സോഡിയം ക്ലോറൈഡ് നമ്മൾ ഉരുക്കി കഴിഞ്ഞാൽ അയോണുകളാണ്, സോഡിയത്തിൻ്റെ ക്ലോറിൻ്റെ അയോണുകളാണ് വൈദ്യുതിയെ കടത്തിക്കൊണ്ട് പോകുന്നത്. സോ മൂവ്മെന്റ് ഓഫ് അയോൺസ് ആണെങ്കിൽ നമ്മൾ അതിനെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ കോപ്പർ സൾഫേറ്റ് ലൈനിൽ Cu2+ അയോണുകളാണ് വൈദ്യുതിയെ കടത്തിക്കൊണ്ട് പോകുന്നത്. സോ രണ്ട് തരത്തിലുണ്ട്, ഇലക്ട്രോൺസ് മുഖേനയാണെങ്കിൽ നമ്മൾ മെറ്റാലിക് കണ്ടക്ടേഴ്സ് എന്നും അയോണുകൾ മുഖേനയാണെങ്കിൽ ഇലക്ട്രോലൈറ്റ്സ് എന്നും പറയും. ഓക്കെ, the conductivity of metals depends upon the number of valence electrons available per atom. ഒരു ആറ്റത്തിൽ എത്രത്തോളം വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, അതായത് ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണമാണ് വാലൻസ് ഇലക്ട്രോൺ. ആ വാലൻസ് ഇലക്ട്രോണിനെ ബേസ് ചെയ്തിട്ടാണ് കണ്ടക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ബാൻഡ്, വാട്ട് ഇസ് ബാൻഡ്? The atomic orbitals of metals atom form molecular orbitals which are so close in energy to each other as to form a band. വാട്ട് ഈസ് ബാൻഡ് എന്ന് അറിയണമെങ്കിൽ കൃത്യമായിട്ട് ബാൻഡ് തിയറി അറിയണം. അതിന് ഇതിന് മുന്നത്തെ പാർട്ട് 25 കാണുക, അവിടെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് ബാൻഡ് എന്ന്. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഇത്ര മനസ്സിലാക്കുക, അറ്റോമിക് ഓർബിറ്റൽസ് എല്ലാം കൂടി ചേർന്ന് ഉണ്ടാവുന്ന ഒരേ എനർജിയുള്ള മോളിക്കുലർ ഓർബിറ്റൽസിന്റെ ഒരു കൂട്ടമാണ് ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ മെറ്റൽസ് അതിന്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് ദ ബാൻഡ് ഈസ് പാർഷ്യലി ഫിൽഡ് ഓർ ഇറ്റ് ഓവർലാപ്സ് വിത്ത് എ ഹയർ എനർജി അൺഓക്യുപ്പൈഡ് കണ്ടക്ഷൻ ബാൻഡ്, then electrons can flow easily under an applied electric field and the metal shows conductivity. അതായത് ദിസ് ഈസ് വാലൻസ് ബാൻഡ്. എന്താണ് വാലൻസ് ബാൻഡ്? നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവസാനത്തെ ഷെല്ലാണ് വാലൻസ് ബാൻഡ് ആയിട്ട് വരിക. ദെൻ കണ്ടക്ഷൻ ബാൻഡ്. എന്താണ് കണ്ടക്ഷൻ ബാൻഡ്? അതിനുശേഷമുള്ള ബാൻഡാണ് കണ്ടക്ഷൻ ബാൻഡ്. വ്യക്തമായിട്ട് ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടതിന് ശേഷം ഇത് കണ്ടാലേ ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഇവിടെ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ അർത്ഥം വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺ എപ്പോൾ വേണമെങ്കിലും കണ്ടക്ഷൻ ബാൻഡിലൂടെ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് വൈദ്യുതിയുടെ ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഒരു പോസിറ്റീവ് നെഗറ്റീവ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ, ഒരു നെഗറ്റീവ് പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിന് ഒരു ഫോഴ്സ് ഉണ്ടാവും, ഒരു പുള്ളിങ് ഉണ്ടാവും. ആ ഫോഴ്സ് കൊണ്ട് ഇലക്ട്രോൺസ് ഇവിടുന്ന് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ മനസ്സിലായോ എന്താണെന്ന്? അപ്പോൾ ഇവിടെ ബാൻഡുകൾ തമ്മിൽ വലിയ ഗ്യാപ്പ് ഇല്ല. കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്പാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും മെറ്റൽ മറ്റേതൊരു ആളെക്കാളും വേഗത്തിൽ വൈദ്യുതിയെ കടത്തിക്കൊണ്ടുപോകും. കാരണം ഇവിടെയുള്ള ഇലക്ട്രോൺസ് എവിടെയുണ്ട്? കണ്ടക്ഷൻ ബാൻഡിലും ഉണ്ട്. സോ ഇഫ് ദ ബാൻഡ് ഈസ് പാർഷ്യലി ഫിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇലക്ട്രോൺസിനകത്തുണ്ട്, ഓർ ഇറ്റ് ഓവർലാപ്സ് വിത്ത് എ ഹയർ എനർജി അൺഒക്യുപ്പൈഡ് കണ്ടക്ഷൻ ബാൻഡ്, അല്ലെങ്കിൽ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ then electrons can flow easily under an applied electric field and the metal shows conductivity. നമ്മൾ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പാർഷ്യലി ഫിൽഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്, കുറച്ച് സ്ഥലം കൂടി വേക്കൻ്റ് ആയിട്ട് നിൽപ്പുണ്ട്. കണ്ടോ, ഒരു 3 ഇലക്ട്രോണുള്ളൂ, 3 ഇലക്ട്രോണും കൂടി നിൽക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ്, നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ചാർജിന്റെ പുള്ള് കൊണ്ട് ഈ ഇലക്ട്രോൺ ഈ ഹോളിലേക്ക് വരികയും ഇവിടെ ഒരു ഹോൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ പാർഷ്യലി ഫിൽഡ് ഓർബിറ്റിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇലക്ട്രോണുകളുണ്ട്, കുറച്ച് ഇലക്ട്രോണുകളുള്ളൂ, ബാക്കി ഇലക്ട്രോൺ ഇരിക്കേണ്ട സ്ഥലത്തേക്ക് അത് മൂവ് ചെയ്യും. ഓക്കെ, അങ്ങനെ കണ്ടക്ഷൻ നടക്കും. ഇനി കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും കംപ്ലീറ്റ്ലി ഓവർലാപ്പ് ആണെങ്കിൽ, അതായത് ഒരു പാർഷ്യലി ഓവർലാപ്പ് ആണെങ്കിൽ, കംപ്ലീറ്റ്ലി അല്ല പാർഷ്യലി ഓവർലാപ്പ് ആണെങ്കിൽ, അപ്പോഴും ഈ പറയുന്ന കണ്ടക്ടിവിറ്റി നടക്കും. കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് വന്നാലാണ് കണ്ടക്ടിവിറ്റി നടക്കുകയുള്ളൂ. ഓക്കെ, സോ ഇതാണ് മെക്കാനിസം ഇൻ മെറ്റൽസ്. ഓക്കെ, then this is in metals. നമുക്കിനി കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഇൻസുലേറ്റേഴ്സ് നോക്കാം. വെരി സിമ്പിൾ ആണ്. ഇഫ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഫിൽഡ് വാലൻസ് ബാൻഡ് ആൻഡ് ദ നെക്സ്റ്റ് ഹയർ അൺഒക്യുപ്പൈഡ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, is large, electrons cannot jump to it and such a substance has very അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം small conductivity and it behave as an insulator. ഇവിടെ നോക്കിയേ, ഇവിടെ വാലൻസ് ബാൻഡ്, ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഫിൽഡ് വാലൻസ് ബാൻഡ് എന്താണ്? പാർഷ്യലി ഫിൽഡ് അല്ല, നോട്ട് ദ പോയിന്റ്, പാർഷ്യലി ഫിൽഡ് അല്ല, ഫിൽഡ് ആണ്. ആൻഡ് ദ കണ്ടക്ഷൻ ബാൻഡ് വാലൻസ് ബാൻഡ് ഓവർലാപ്പ് അല്ല, വാലൻസ് ബാൻഡ് പാർഷ്യലി ഫിൽഡ് അല്ല,
അങ്ങനൊരു സിറ്റുവേഷനിൽ the distance between them or the gap between them is very large. We called it as forbidden gap. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. സോ ആ ഫോർബിഡൻ ഗ്യാപ്പ് വളരെ വലുതായതുകൊണ്ട് ഇലക്ട്രോൺസിന് ഇവിടെ നിന്ന് ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അതാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഇലക്ട്രോണിനെ വൈദ്യുതിയെ കടത്തിക്കൊണ്ട് പോകാതെ. എക്സാമ്പിൾ റബ്ബർ, പ്ലാസ്റ്റിക് മുതലായവ. ഓക്കെ, സെമി കണ്ടക്ടറുകൾ നോക്കാം. കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ സെമി കണ്ടക്ടേഴ്സ്. അതിന്റെ മെക്കാനിസം എങ്ങനെ നോക്കാം. Semiconductors classified into two: intrinsic semiconductors and extrinsic semiconductors. Actually, intrinsic semiconductors എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലിക്കൺ, ജർമ്മനിയം, അവരൊന്നും വൈദ്യുതി കടത്തിവിടുന്നില്ല. മനസ്സിലായോ? പിന്നെന്താണ് അവർ സെമി കണ്ടക്ടർ എന്ന് വിളിക്കാൻ കാരണം? നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ അവരുടെ കണ്ടക്ഷൻ എന്താണ് ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ? ഭാഗികമായി മാത്രം, കുറച്ച് മാത്രം വൈദ്യുതി കടത്തിവിടുന്നവരാണ് അവര്. ഓക്കെ, സോ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്താണ് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, intrinsic semiconductors. The semiconductor material which does not have any impurities is known as intrinsic semiconductor or pure semiconductors. Silicon and germanium behave like a semiconductor. അതായത് വേറെ ഒന്നും ചേർക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡോപ്പിംഗ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് ഡിഫക്റ്റ് ഉണ്ടാവും. നമ്മളത് പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. അപ്പോൾ ഒന്നും ചേർക്കാത്ത പ്യൂറായിട്ടുള്ള സിലിക്കൺ മാത്രം അല്ലെങ്കിൽ ജർമ്മനിയം മാത്രം, അങ്ങനെയുള്ള കണ്ടക്ടേഴ്സ് ആണ്, അങ്ങനെയുള്ള മെറ്റലാണ് എന്താണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എലമെന്റ് ആണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദേ ആർ ആക്ച്വലി നോൺ കണ്ടക്ടേഴ്സ്. ശരിക്കും പറഞ്ഞാൽ അവർ വൈദ്യുതി കടത്തിവിടുന്നില്ല. ടെമ്പറേച്ചർ കൂട്ടുമ്പോഴോ അല്ലെങ്കിൽ ഡോപ്പിംഗ് മുഖേനയോ അവരെന്ത് ചെയ്യും? വൈദ്യുതിയെ കടത്തിവിടും. സോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടേഴ്സ് ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. സെമി കണ്ടക്ടേഴ്സിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്താണ്? ഇൻക്രീസ് ചെയ്യും. കാരണം the gap between the valence band and the conduction band is very small. Therefore, some electrons may jump to conduction band and show some conductivity. അത്രേ ഉള്ളൂ. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും നമ്മുടെ ഇൻസുലേറ്റേഴ്സിനെ പോലെ അല്ല. സെമി കണ്ടക്ടേഴ്സിൽ the gap between them is very small. കുറച്ച് സ്മോൾ ആണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസിന് എന്താണ് എനർജി, കൈനറ്റിക് എനർജി, ദേ ജമ്പ് ഫ്രം ഹിയർ ടു ഹിയർ കണ്ടക്ഷൻ ബാൻഡിലേക്ക്. സോ അങ്ങനെയാണ് അവരുടെ ഇലക്ട്രിസിറ്റിയുടെ വൈദ്യുതിയുടെ അളവ് ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ ലെറ്റ് us കൺസിഡർ സിലിക്കൺ. സിലിക്കൺ മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാം. സിലിക്കന്റെ ഒരു 12 ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇത് ഈ നടുവിൽ വരച്ചിരിക്കുന്ന ഈ സിലിക്കന്റെ ഒരു ഇലക്ട്രോൺ. കാരണം സിലിക്കൻ നമുക്കറിയാം 4 ഇലക്ട്രോൺ ആണ് സിലിക്കന് ചുറ്റുമുള്ളത്. ഓക്കെ, സോ അടുത്ത ഇലക്ട്രോൺ, അടുത്ത ഇലക്ട്രോൺ, അടുത്ത ഇലക്ട്രോൺ, അങ്ങനെ ഈ സിലിക്കന് ചുറ്റും അതിന്റെ ഓരോ ഇലക്ട്രോൺ, രണ്ടാമത്തെ ഇലക്ട്രോൺ, മൂന്നാമത്തെ ഇലക്ട്രോൺ, നാലാമത്തെ ഇലക്ട്രോൺ. ഓക്കെ, ക്ലിയർ? ഈ സിലിക്കനെ സംബന്ധിച്ച് 8 ഇലക്ട്രോൺ വേണ്ടേ? ഒരാൾക്ക് 8 ഇലക്ട്രോൺ വേണം. അത് ആര് കൊടുക്കും? ഒരെണ്ണം ഈ സിലിക്കൺ കൊടുക്കും. ഓക്കെ, ഒരെണ്ണം ഇവിടെ നിന്ന് കൊടുക്കും. ഓക്കെ, ഒരെണ്ണം ഇവിടെ നിന്ന്. ഓക്കെ, ഒരെണ്ണം ഇവിടെ നിന്ന്. സോ ദി സിലിക്കൺ ഹാപ്പി. സിമിലർലി എല്ലാവരും പരസ്പരം ഇങ്ങനെ എന്താണ് ഷെയർ ചെയ്യും. ഓക്കെ, അങ്ങനെ ഷെയർ ചെയ്തുള്ള ഒരു പിക്ചറാണ് ഇനി ഇവിടെ കാണിക്കുന്നത്. കണ്ടോ? എല്ലാവരും പരസ്പരം ഷെയർ ചെയ്ത് ഓക്കെ, സിലിക്കൺ ഹാപ്പി ആയി. ക്ലിയർ? അപ്പോൾ ഒരു സിലിക്കന് ചുറ്റും 8 ഇലക്ട്രോൺസ്, അതിൽ 4 ആ സിലിക്കന്റെ, ബാക്കി 4 തൊട്ടടുത്ത് നിൽക്കുന്ന സിലിക്കൻസ് ഒക്കെ ഓരോരുത്തരും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ സിലിക്കൺ ഹാപ്പിയാണ്. ഓൾറെഡി ഹാപ്പി ആയിരിക്കുന്ന ഒരു കുടുംബത്തിൽ പിന്നെ പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമില്ല, ഇല്ലേ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ബട്ട് വെൻ വി ഇൻക്രീസ് ദ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് വാട്ട് ഹാപ്പൻ? ഇവിടെയുള്ള ഈ ഇലക്ട്രോൺസിന് കൈനറ്റിക് എനർജി കിട്ടും. ദേ സ്റ്റാർട്ട് ടു മൂവ്. അവർ മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഇലക്ട്രോൺ, ഈ ഇലക്ട്രോൺ ഈ സ്പേസ് വിട്ടിട്ട് ആ ഇന്റർ സ്പേസിലേക്ക് പോകും, ഇവിടെ എത്തും. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യില്ലേ? ദാറ്റ് ഗ്യാപ്പ് ഈസ് നോൺ ആസ് ഹോൾ. ആ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോൾ. അത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ആക്ച്വലി പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ മീനിങ് ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ആണ്. ഇലക്ട്രോൺ ഇല്ലാത്ത അവസ്ഥയാണ്. And here this is negative charge. Negative. And we called it as free electrons, and this absence of electron is known as hole. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ ഇലക്ട്രോണിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ എങ്ങനെയാണ്, എന്താണ് നടക്കുന്നത് നോക്കാം. കണ്ടോ? ഈ ഇലക്ട്രോൺ അവിടെ നിന്ന് പോയി, ഈ ഇലക്ട്രോൺ അവിടെ നിന്നും പോയി. ഇപ്പം എന്താ സംഭവിക്കുക? അവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തു. കണ്ടോ? സിമിലർലി ഫോർ എക്സാമ്പിൾ ഇവിടെ നിൽക്കുന്നത് ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് പോയി. കണ്ടോ? സോ വാട്ട് ഹാപ്പൻ ദേർ? ഒരു ഗ്യാപ്പ് വന്നു. കണ്ടോ? അപ്പോൾ ആ ഇലക്ട്രോൺ, ആ ഗ്യാപ്പിലേക്ക് പോയ ഇലക്ട്രോണിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇറ്റ് ഈസ് നോൺ ആസ് ഫ്രീ ഇലക്ട്രോൺസ്.
then അവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തില്ലേ, അതായത് ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺസ്, ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് എന്താണ് ഹോൾസ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക, അതുകൊണ്ട് ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ, ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യാം, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഹോളുകൾ ഇവിടെ നടന്ന് മൂവ് ചെയ്യണതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇലക്ട്രോൺസും മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരുടെയും മൂവ്മെന്റ് കൊണ്ട് കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. ക്ലിയർ ആണോ? ഓക്കെ. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവന്നു, നെഗറ്റീവ് ചാർജ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും ഇലക്ട്രോൺ ഈ ഹോളിലേക്ക് അട്രാക്റ്റഡ് ആവും. കണ്ടോ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ഫിസിക്സിൽ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഫിസിക്സിൽ അത് ലാസ്റ്റാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കെമിസ്ട്രിയിൽ ഇത്രയും മനസ്സിലാക്കുക. ഇവിടെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്പിംഗ് ചെയ്യാത്ത, പുറമേ നിന്നും വേറെ ഒന്നും ചേർക്കാത്ത പ്യുവറായിട്ടുള്ള സിലിക്കണും ജെർമനിയുമാണ്. എന്നിരുന്നാൽ പോലും അവരെ ഒന്ന് ചൂടാക്കിയാൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരുടെ ബിഹൈൻഡ് അവരവിടെ അവശേഷിപ്പിക്കുന്നത് ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ, അതായത് ഹോളാണ്. അതിനെ നമ്മൾ പോസിറ്റീവ് ചാർജ് എന്നാണ് സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. സോ ടെമ്പറേച്ചർ ഇൻക്രീസസ്, വാട്ട് ഹാപ്പൻ? ബോണ്ട് ബ്രേക്ക്. ആ ബോണ്ട് ബ്രേക്ക് ആവുന്നു. ദെൻ വാട്ട് ഹാപ്പൻ? ഇലക്ട്രോൺ റിലീസ്. ഇലക്ട്രോൺ അവിടെ നിന്ന് റിലീസ് ആയിരുന്നു. ദെൻ ഇലക്ട്രോൺ മൂവ്സ്. ഇലക്ട്രോൺ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. ദെൻ വാട്ട് ഹാപ്പൻ? വേക്കൻസി, എ ഹോൾ ഇസ് ക്രിയേറ്റഡ്. ഓക്കെ, ആൻഡ് എ ഫ്രീ ഇലക്ട്രോൺ ഈസ് ക്രിയേറ്റഡ്. കണ്ട, ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഫ്രീ ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ വാട്ട് ഹാപ്പൻ? കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു. സോ എന്തുകൊണ്ടാണ് സെമി കണ്ടക്ടറിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കണ്ടക്ടിവിറ്റി കൂടുന്നത്? യെസ്, ടു ഫോളോ ദീസ്. കണ്ടോ, ഇതൊന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്ക് ഒന്നും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് ഇലക്ട്രോണും ഹോളും മൂവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇത്രയും ഇലക്ട്രോൺസ് ഇവിടെ നിന്നപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. സപ്പോസ് ഇവിടെ പോസിറ്റീവ് ചാർജ് കൊണ്ടുവന്നു. ഓക്കെ, ആൻഡ് ഇവിടെ എന്താണ് നെഗറ്റീവ് ചാർജ് കൊണ്ടുവന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ഇലക്ട്രോൺ ഈ പോസിറ്റീവ് ചാർജിലേക്ക് എന്താണ് അട്രാക്റ്റഡ് ആവും. ക്ലിയർ ആണോ? അപ്പോൾ ഇലക്ട്രോൺ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ഉണ്ടാവും? ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും. കണ്ടോ, ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺ നിങ്ങൾ പുള്ള് ചെയ്യും. കണ്ടോ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു, ഒപ്പം ഇവിടെ നിന്ന് ഒരു തള്ളിച്ച്. അങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യില്ലേ? ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്ത് പോകണതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പോസിറ്റീവ് ചാർജ് ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ബാക്കിലേക്ക് വരുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജ് തിരിച്ച് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് നെഗറ്റീവ് ചാർജ് ആയത് ഇലക്ട്രോൺസ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ആര് മൂവ് ചെയ്യുന്നത്? പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺ ഇവിടുന്ന് ചാടിപ്പോകുന്നു. അപ്പോഴും ഈ പറഞ്ഞ അവസ്ഥയാണ് ഇലക്ട്രോൺ ഇല്ലാത്ത അവസ്ഥ, ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ. നോക്കാം നമുക്ക്. ഇലക്ട്രോൺ അവിടെ നിന്ന് പോയി. കണ്ടോ, ഇലക്ട്രോൺ അവിടെ പോയാൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്തു. കണ്ടോ, ഒരു ഗ്യാപ്പ് വന്നു. ഇനി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണത് ആരാണ്? തൊട്ടടുത്ത് നിൽക്കുന്ന ഇലക്ട്രോൺ. ആ ഇലക്ട്രോൺ അങ്ങോട്ട് ഫില്ല് ചെയ്തു. ക്ലിയർ? അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺ എന്താണ്? ഇങ്ങോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻ? ഓക്കെ, അവിടെ എത്തി. ആ ഇലക്ട്രോൺ നിന്നിരുന്ന സ്ഥലത്ത് എന്താണ്? ഒരു ഗ്യാപ്പ് വന്നു. കണ്ടോ, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്തു. അപ്പോൾ ഈ ഇപ്പുറത്തേക്ക് ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നു. ഓക്കെ, സോ ഇവിടെ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യും. ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യും. ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഒരു ഗ്യാപ്പ് വരും. ഈ ഇലക്ട്രോൺ ഈ ഗ്യാപ്പിലേക്ക് വന്നു. സോ ഇവിടെ ഗ്യാപ്പ് വന്നു. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഈ ബ്ലാക്ക് ഇപ്പോൾ ഇവിടെ എത്തി. ബ്ലാക്ക് ഇങ്ങോട്ട് വന്നു, ബ്ലൂ അങ്ങോട്ട് പോയി. കണ്ടോ? സോ ദാറ്റ് മീൻസ് എന്താണ്? ദേ ട്രാവൽ ഓപ്പോസിറ്റ്. അവരെന്താണ്? ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. കണ്ടോ? എങ്ങനെ നോക്കിയേ. കണ്ടോ? അപ്പോൾ ഹോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യും. രണ്ടുപേരും ചാർജാണ്. ചാർജിന്റെ മൂവ്മെന്റ് ആണ് കറന്റ്. രണ്ടുപേരും കറന്റാണ്. പക്ഷെ നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: പോസിറ്റീവ് ചാർജ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ്. നെഗറ്റീവ് ചാർജ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ദാറ്റ് ഈസ് കറന്റ്. ഓക്കെ, ക്ലിയർ? സോ holes moves in the direction opposite to the electron. It is taken as the direction of current. Electrons moves in the direction opposite of holes and it is taken as the direction of current. ഇവിടെ രണ്ടുപേരുടെ മൂവ്മെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? സെമി കണ്ടക്ടേഴ്സിന് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവർ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വൈദ്യുതിയെ കടത്തിവിടും. അവരുടെ വാലൻസ് ബാൻഡുള്ള ഇലക്ട്രോൺസിന് മോർ കൈനറ്റിക് എനർജി കിട്ടി. അവരെ ഫോർബിഡൻ ഗ്യാപ്പ് ഓവർകം ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് വരികയും അങ്ങനെ ഇലക്ട്രോണിനെ മൂവ് ചെയ്യുകയും കറണ്ടിനെ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. സോ കണ്ടക്ഷൻ ഇൻക്രീസസ്. ഓക്കെ,
എന്നാൽ നമ്മൾ ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ, അതായത് ഈ ജർമ്മനിയം സിലിക്കൺ പോലുള്ള പ്യുവർ സെമി കണ്ടക്ടേഴ്സിൽ നമ്മൾ മറ്റേതെങ്കിലും എലമെന്റുകൾ ചേർക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എന്താണ് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം വിത്തൗട്ട് ഇൻക്രീസിങ് ടെമ്പറേച്ചർ കൂട്ടാതെ തന്നെ. അപ്പോൾ അതെങ്ങനെയാണ്? അത്തരം സെമി കണ്ടക്ടേഴ്സ് നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്, എൻ ടൈപ്പും പി ടൈപ്പും. വി വിൽ ഡിസ്കസ് അബൌട്ട് ദാറ്റ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു. Please join our online tuition for more videos. Study at home. Contact 9747977418. Email sunny771988@gmail.com. Thank you. Thank you once again.